Panda, 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 panda. I got broads in Atlanta, just to lean the family. Credit cards in the scammers, hitting the licks in the van. Hello guys, welcome back to TECHGAMER FC. TECHGAMER FC മറ്റൊരു എക്സാക്ട് അപ്പോൾ നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ പോകുന്നത്. അൺബോക്സ് ചെയ്യാൻ പോകുന്നത് POCO X2. അപ്പോൾ POCO X2ന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഇപ്പോൾ കൈ കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പൊളിച്ച് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും ഫസ്റ്റ് ലുക്ക് റിവ്യൂ തുടങ്ങാം ഗൈസ്. അപ്പോൾ ഗൈസ് സാധാരണ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. നമുക്ക് ഇതിനെ അങ്ങ് പൊടിച്ചളഞ്ഞേക്കാം. ഇത് ഡീക്കട്ടൻ്റെ കത്തിയാണ് കേട്ടോ. ഇതേ കിട്ടുള്ളൂ ഇപ്പം. അതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് മുറിച്ച് വെക്കാം. ഇത് മുറിയണമില്ലല്ലേ? മുറിഞ്ഞ് ഇപ്പം സാധനം കൈ കിട്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയാണ്. തുറന്നേക്കാം. തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ ഇത് പെട്ടിയുണ്ട്. പെട്ടിക്കകത്ത് നമ്മുടെ സിം ഇജക്റ്റിംഗ് ടൂളും പിന്നെ ഒരു കേസ്, വെള്ള കളർ കേസാണ്. വെള്ള കളർ കേസും പിന്നെ യൂസർ മാനുവലും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കേസ്, വെള്ള കളർ കേസ്. കണ്ടിട്ട് നല്ല വലിപ്പമുണ്ടെന്ന് തോന്നുന്നു. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. യെസ്, നമ്മുടെ ഫോൺ ഇത് ബ്ലൂ കളറാണ് ഞാൻ വാങ്ങിച്ചത്. ഇതാണ് ഫോണ്, പോക്കോയുടെ X2. നമ്മൾ ബ്ലൂ കളറാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ച് നോക്കിയേക്കാം. ശരിക്കും ഇതൊരു ഡിസൈനാണ്. പക്ഷേ ഇത് ബൾജ് നിൽപ്പൊന്നുമില്ല. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ക്യാമറയുടെ ബൾജൊക്കെ ഉണ്ടെന്ന്. ശരിക്കും ഇത് ബൾജല്ല, ഇതൊരു ഡിസൈനാണ് ഗൈസ്. ഇതൊരു പ്രത്യേക ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ ഓവറിയോ ഒക്കെ എടുക്കാം ഇപ്പം. അപ്പോൾ ഗൈസ് ഇതാണ് ഫോണ്. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ ഓവറിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് കേസിനകത്ത് വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ചാർജറാണ് ഗൈസ്. ഇതാണ് ഇതിൻ്റെ ചാർജർ. ഇത് 3 വോൾട്ട് 5 ആംപിയർ, 9 വോൾട്ട് 3 ആംപിയർ, 12 വോൾട്ട് 2. ഇത് 27 വോൾട്ട് ചാർജറാണിത്. നല്ല വലിയ ചാർജറാണ്. ഇത് കണ്ട നല്ല വലിയ ചാർജറാണിത്. നല്ല വലുപ്പമുണ്ട് ചാർജറിന്. പിന്നെ ഇതിൻ്റെ ടൈപ്പ് സി കേബിൾ, ടൈപ്പ് സി ആണ് കേബിൾ, ടൈപ്പ് സി ആണ്. ടൈപ്പ് സി കേബിളാണിത്. ഇതിൻ്റെ ടൈപ്പ് സി കേബിളാണിത്. ഇതെല്ലാം ഈ ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ അതങ്ങ് മാറ്റി വയ്ക്കാം. നമുക്ക് ഫോണിലേക്ക് വരാം. മെയിനായിട്ട് നമുക്ക് ഫോണിലേക്ക് വരാം. അപ്പോൾ ഫോണിൻ്റെ നമ്മൾ കേസ് ഇട്ട് നോക്കുകയാണ്. ഫോണിൻ്റെ കേസ് ഇടുമ്പോൾ ഫോണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽപ്പുണ്ട്. അതായത് കേസ് ഇടുമ്പോൾ ഉള്ള ഇതിൻ്റെ ലുക്ക്. ഇനി കേസ് ഊരി മാറ്റിയിട്ട് ഇതിൻ്റെ ഫിസിക്കൽ ഓവറിയോയിലേക്ക് വരാം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഫിസിക്കൽ ഓവറിയോ എന്ന് പറയുമ്പോൾ സൈഡിൽ വോളിയം റോക്കേഴ്സ്, പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റോട് കൂടിയ ഒരു പവർ ബട്ടൺ, പിന്നെ സൈഡിൽ വേറെ ഒന്നുമില്ല. അടിയിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, ടൈപ്പ് സി കേബിൾ, സെക്കൻഡറി നോയ്സ് ക്യാൻസലിങ്, മൈക്രോഫോൺ, പിന്നെ ഒരു സ്പീക്കറുണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സിം ട്രേ ഉണ്ട്. നമുക്ക് സിം ട്രേ തുറന്ന് നോക്കാം. ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡിൻ്റെ സാധാരണ കോൺഫിഗറേഷനിലുള്ളതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിം ഇടുന്നത്. ഒന്നെങ്കിൽ 2 സിം, അല്ലെങ്കിൽ ഒരു സിം, ഒരു മെമ്മറി കാർഡ്. അങ്ങനെയാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. നമുക്കിത് തിരിച്ചിടാം. വേറെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു IR ബ്ലാസ്റ്റർ ഉണ്ട്, പിന്നെ മൈക്കും ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 2 ക്യാമറ, ഡ്യുവൽ ക്യാമറ ഉണ്ട് ഇവിടെ. ഇത് 2 ഡ്യുവൽ ക്യാമറ. പിന്നെ ബാക്കിലാണെങ്കിൽ 64+8+2+2 അങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. പിന്നെ താഴെ ഒരു ഫ്ലാഷ് ഉണ്ട്. താഴെ പോക്കോയുടെ ലോഗോ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കാം. ഓണാക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ കേസ് നമ്മൾ ഫോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഇത്. എന്തൊക്കെ സംതിങ് ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് എബൌട്ട് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ പോക്കോ X2 ആണ്. MI 11 വരുന്നത്. MI 11 ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ് ഗൈസ്. ആൻഡ്രോയിഡ് 10 വരുന്നത്. ഇത് ലേറ്റസ്റ്റ് വെർഷനായ ആൻഡ്രോയിഡ് 10 വരുന്നത്. പിന്നെ നമ്മുടെ 128 GB 110 GB കിട്ടുന്നുണ്ട്. ഇതിൽ കുറച്ച് ജങ്ക് ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. കുറേ ഉടായ്പ ഗെയിമുകളൊക്കെ അതിനകത്ത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്.
അപ്പോൾ അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ എബൌട്ട് കുറച്ച് കൂടുതൽ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. വേറെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4500 ബാറ്ററിയാണ്. 27 വോൾട്ട് ചാർജറിൽ വരും. ഇതിൽ ഫിംഗർ പ്രിൻ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇതാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. ഇതിപ്പോൾ നമ്മൾ ലോക്കാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചമർത്തി കഴിഞ്ഞാലേ തുറക്കുള്ളൂ. നമ്മൾ സാധാരണ ഫിംഗർ പ്രിൻ്റ് വെക്കും പോലെ വെച്ചിട്ട് കാര്യമില്ല, വെച്ചമർത്തുമ്പോൾ മാത്രമേ അത് തുറക്കത്തുള്ളൂ. ഞാനിപ്പോൾ വെറുതെ വെച്ച് കഴിഞ്ഞിട്ട് തുറക്കുന്നില്ല, വെച്ച് നമ്മളൊന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് തുറക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആപ്പ് ഇതിന് ആപ്പ് ട്രേ കണ്ട് കുറേ ജങ്ക് ഫയലൊക്കെ കിടപ്പുണ്ട്. ഇത് നോക്കിയിട്ടും മാറുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമുക്കിനി ക്യാമറ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇതിൽ എന്തൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ മാക്രോയിലാണ് കിടക്കുന്നത് തോന്നുന്നു ഗൈസ്. ഇത് മാക്രോ ഷോട്ട്. ഇത് വൈഡ് ആംഗിൾ ക്യാമറ. 64 MB ക്യാമറയിൽ എടുത്ത് നോക്കാം നമുക്ക് ആദ്യം. പോർട്രേറ്റ് എടുത്ത് നോക്കാം. പോർട്രേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഗൈസ് നമുക്ക്. നമുക്ക് കുറച്ച് ഫോട്ടോ സാമ്പിൾ എടുത്തു നോക്കിയിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം ഗാലറിയിൽ. ഓക്കെ, ഇത് സാധാരണ 64 MB ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണിത്. 64 MB എടുത്തതാണ്. അത്യാവശ്യം ക്യാമറ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇതും 64 MB എടുത്തതാണ്, കുഴപ്പമില്ല. ഇതിൻ്റെ പോർട്രേറ്റിലെടുത്താണ് ഗൈസ്. പോർട്രേറ്റ് അത്ര മോശമല്ല എന്ന് പറയാം. ഇതും അത്ര മോശമല്ല. ഇതിൻ്റെ മാക്രോ ക്യാമറ മാക്രോ ലെൻസിലെടുത്താണിത്. ഇതാണ് ഇതിൻ്റെ മാക്രോ ലെൻസിലെടുത്തത്. ഇത് വൈഡ് ആംഗിൾ ലെൻസാണിത്. അതായത് ഞാൻ ഒബ്ജക്റ്റ് ഇവിടെയാണ് വെച്ചത്. അപ്പോൾ എനിക്ക് ഏതാണ്ട് ഇവിടുന്ന് ഇതുവരെയുള്ള കുറച്ച് ലെങ്തി ഷോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ കുറച്ച് ഭാഗം ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇത് കുറേ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ കുറേ ജങ്ക് ഫയൽ ബ്ലോക്ക് ബസ്സിൽ ബബിൾ ഷൂട്ടർ എന്ന് പറഞ്ഞിട്ട് കുറേ ജങ്ക് ഫയലൊക്കെ വന്ന് കിടപ്പുണ്ട്. നമുക്കതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് പോക്കോ X2 അൺബോക്സിങ് കം ഫസ്റ്റ് ലുക്ക് വീഡിയോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന വഴിയെ കാണാവുന്നതാണ് ഗൈസ്. അപ്പോൾ ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.